നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഞാൻ നമ്മളുടെ ഈ അഡീനിയം ലവേഴ്സിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അഡീനിയത്തിൻ്റെ ഇവിടുന്ന് വിത്ത് ചോദിക്കുമ്പോൾ മൾട്ടിപെറ്റലിൻ്റെ വിത്ത് എന്ന് പറഞ്ഞ് ചോദിക്കരുത്. ഞാൻ മിക്സ് ചെയ്തിട്ട് എല്ലാ ചെടിയിൽ നിന്നും കിട്ടുന്ന വിത്ത് ഒരു ബോക്സിലിട്ടത് അതിൽ നിന്നാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. എന്നാലും നമ്മളുടെ ആളുകൾ വീണ്ടും ചോദിക്കും, പല കളർ പറഞ്ഞിട്ട് ആ കളറിൻ്റെ 2 വിത്ത്, വൈറ്റ് കളറിൻ്റെ 2 വിത്ത്, റോസ് മൾട്ടിപെറ്റൽ, അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇവിടെയൊക്കെ ക്രോസ് പോളിനേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു. നോർമൽ വിത്ത് എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ ജെർമിനേഷൻ റേറ്റും കൂടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഈ സീഡ് പോഡ് ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ബഗ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീരൂറ്റി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന, അല്ലെങ്കിൽ അത് പുതിയ തൈയായി വരാൻ വേണ്ട അതിൻ്റെ ജലാംശം അതിൽ തങ്ങി നിൽക്കുന്നത് മുഴുവൻ ചുരുങ്ങുകയും വിത്ത് മുളയ്ക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ പരമാവധി എല്ലാ രീതിയിലും അതിന് സേഫായിട്ടുള്ള കണ്ടീഷൻ കൊടുത്തുകൊണ്ടാണ് വിത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന വിത്ത് ഏത് കളറാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ പാകി മുളപ്പിക്കുക. ഒരു കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നല്ല ഭംഗിയുള്ള മറ്റേതെങ്കിലും കളർ ഉണ്ടായാൽ അത്രയും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കളറിൻ്റെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. അത് പ്രത്യേകം വീണ്ടും പറയുകയാണ്. ഇനി നമ്മൾ വിത്ത് അയച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. വിത്ത് അയക്കാൻ നമ്മൾ ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിന് അകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കും. കാരണം ഇതിൻ്റെ വിത്ത് ഓർഡിനറി പോസ്റ്റിൽ അയക്കണം എന്ന് പറയുന്ന ആളുകളോട് പറയുന്നത്, ഇത് ഓർഡിനറി പോസ്റ്റിൽ അയക്കുമ്പോൾ ഇതിൻ്റെ ആ വിത്ത് പ്രസ്സായി ആ പൾപ്പ് കേട് വന്നാൽ പിന്നെ മുളക്കില്ല. അതുകൊണ്ടാണ് ഒന്നുകിൽ ബോക്സ് ആയിട്ട് അല്ലെങ്കിൽ ഈ ബബിൾ പേപ്പറിൽ വെച്ചിട്ട് അത് കേടാവാത്ത രീതിയിൽ രജിസ്റ്റേർഡ് പോസ്റ്റോ കൊറിയറോ ആണ് നമ്മൾ അയച്ചു കൊടുക്കുക. ഇനി വിത്ത് കിട്ടിയ ആളുകളോടും വിത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള വിത്തുകളാവുന്നതിനനുസരിച്ച് അയച്ചു തരും കേട്ടോ. അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരോടും വിത്ത് മുളപ്പിക്കലിൻ്റെ ഒരു കാര്യം അതിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല, എന്നാലും അത് പറയുകയാണ് എന്താണെന്ന്. ഞാൻ സാധാരണ ഉപയോഗിച്ചിരുന്നതുമായ രീതികൾ പറയാം. നോർമലി ഒരു വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ വിത്ത് നമ്മൾ ഒരു സീഡ് പോഡിൻ്റെ ഉള്ളിൽ നിന്ന് വിത്തെടുത്ത് 15 മുതൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ പാകണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പിലെ ജലാംശം മുഴുവൻ പറ്റിയിട്ട് പിന്നെ ശേഷിയില്ലാത്ത വിത്തുകളായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് മുളയ്ക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് തരുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കണമെന്ന് ഒരു ഉറപ്പില്ല. എന്നാലും നമുക്ക് കിട്ടുന്ന വിത്ത് ഇപ്പോൾ ഒരു ദിവസം സീഡ് പോഡ് എടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തിൻ്റെ ഉള്ളിലാണ് അത് അയക്കുന്നത്. സീഡ് പോഡ് എടുത്ത് 3 ദിവസം കൊണ്ട് അത് അയക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രഷ് വിത്തുകൾ നിങ്ങൾ മുളപ്പിക്കാനുള്ള രീതി പറയുന്നു. നിങ്ങൾ വിത്ത് ഒരു ചട്ടി, ഒരു സാധാരണ പോട്ടിംഗ് മിക്സൊക്കെ നിറച്ച ഒരു ചട്ടി എടുത്തു കഴിഞ്ഞാൽ ആ ചട്ടിയിൽ നല്ല വെയിലത്ത് ആ ചട്ടി വെക്കുക. ഒരു 2-3 ദിവസം വെയിലത്ത് വെച്ച് തയ്യാറായ മണ്ണൊക്കെ ഇളക്കി വെയിലത്ത് വെച്ച് അതിലെ അണുക്കളെ മുഴുവൻ നശിപ്പിച്ചിട്ടുള്ള ഒരു ചട്ടിയായിരിക്കണം എടുക്കേണ്ടത്. ഇനി അതിൽ നിങ്ങൾ കുറേ വളമൊന്നും ചേർക്കണ്ട. കാരണം മുളപ്പിച്ചെടുത്ത് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാനാണെങ്കിൽ നിങ്ങൾ അതിലൊന്നും ചെയ്യണ്ട. അല്ല, നിങ്ങൾ ആ ചട്ടിയിൽ തന്നെ ഒരു 6 മാസത്തോളം വളർത്തും എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെടിക്ക് നിറയ്ക്കുന്നത് പോലെ പോട്ടിംഗ് മിക്സ്, നല്ല വളം, എല്ലുപൊടിയും വേപ്പും മണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും ഒക്കെ നിറച്ച് മിക്സ് ചെയ്ത് ഒരു ചട്ടി നിറയ്ക്കുക. ചട്ടിയിൽ 1/4 ഭാഗം ഈ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുക. അതിൻ്റെ ശേഷം അതിന് മുകളിലായിട്ട് വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് മണൽ കിട്ടുന്നില്ലെങ്കിൽ മണ്ണിൽ നിന്ന് അരിച്ചെടുത്ത തരിയോടുകൂടിയുള്ള മണ്ണ് ഒരു ലെയർ വിരിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിത്ത് മെല്ലെ പല സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഈ പൊടിമണ്ണ് അല്ലെങ്കിൽ മണൽമണ്ണ് തന്നെ അതിൻ്റെ മുകളിൽ വെതറിയിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. വിത്ത് പൊന്തി വരരുത്. അത് കരുതിയിട്ട് വിത്ത് വളരെ ആഴത്തിലല്ല വേണ്ടത്, ചെറിയ കനം മാത്രം മണ്ണിലേക്ക് താഴ്ന്നു നിന്നാൽ മതി കേട്ടോ. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഇതിലാവുമ്പോൾ നമ്മളത് മുളച്ചു വന്ന് ഏകദേശം 6 മാസം മുതൽ 1 കൊല്ലം വരെ അതിൽ നിൽക്കാം. കാരണം ഒരു മുളച്ചു വരുന്ന തൈയിന് ആഹാരം അതിൻ്റെ ബീജപത്രികളിൽ വിത്തിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ആ സമയത്ത് വളമൊന്നും കൊടുക്കണ്ട. ഏകദേശം 15 മുതൽ 1 മാസം വരെ വളരാനുള്ള ആഹാരം അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം വളരാണ് നമ്മൾ ഈ പോട്ടിംഗ് മിക്സിൻ്റെ അടിയിൽ കൊടുത്തിട്ട് അതിന്ന് ആഹാരം വലിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നത്. നോർമലി മുളപ്പിച്ച് വീണ്ടും പുതുതായിട്ട് റീപ്ലാന്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല ഉറച്ചിട്ടുള്ള ചട്ടിയൊക്കെ ഉപയോഗിക്കാതിരുന്നൊരു ചട്ടിയിൽ മണ്ണൊക്കെ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ അത് 2 ദിവസം വെയിലത്ത് വെച്ച്, ഇളക്കൊന്നും വേണ്ട, വെയിലത്ത് വെച്ചിട്ട് അതിന് മുകളിൽ ഈ ഇതുപോലെ നമ്മളെ മണൽമണ്ണ് കുറച്ച് വെതറി ആ മണൽമണ്ണിന് മുകളിൽ വിത്തിട്ട് കൊടുക്കാം. അങ്ങനെ മുളച്ചു വന്ന് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഈ ഉറച്ച ഭാഗത്തേക്ക് വേരത്തില്ലേ, ആ സമയമാകുമ്പോഴേക്കും നമുക്ക് പറിച്ചു മാറ്റാം. ഇനി ചകിരിപ്പൊടിയിൽ വിത്ത് മുളപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, 1 വർഷത്തിലേറെ പഴക്കമുള്ള ചകിരിപ്പൊടിയല്ല നിങ്ങൾ എടുത്തിട്ടുള്ളെങ്കിൽ അതിലുള്ള ലിഗ്നിൻ എന്ന് പറയുന്ന രാസപദാർത്ഥം ഈ വിത്ത് മുളച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ആ സോഫ്റ്റ് സ്റ്റെമ്മിലേക്ക് തട്ടിയിട്ട് അവിടെ അഴുകി പോവാൻ സാധ്യത ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറ്, പഴക്കമുള്ള ചകിരിച്ചോറ് നിങ്ങളെടുത്ത് നന്നായി ഒന്നുകൂടി വാഷ് ചെയ്ത് ഉണക്കിയെടുക്കണം. ആ ചകിരിച്ചോറാണ് ഇതിൽ. അതും വളരെ കുറഞ്ഞ ലെയർ മതി കേട്ടോ. അല്ല, ഒരിക്കലും ഫ്രഷ് ബ്രൗൺ കളറിലുള്ള ഫ്രഷ് ചകിരിച്ചോറ് എടുത്തിട്ട് അതിൽ മുളപ്പിക്കാതിരിക്കുക. അപ്പോൾ അതിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വെറും മണലിൽ മുളപ്പിക്കുന്ന ആളുകളാണെങ്കിൽ സാധാരണ ആറ്റുമണൽ എടുത്തിട്ട്, വളമൊന്നും കൊടുക്കണ്ട, ആറ്റുമണൽ എടുത്തിട്ട് ആ ആറ്റുമണലിൽ ഇതേപോലെ വിത്ത് പല സ്ഥലത്തായി പ്ലേസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ ഒരു ലെയർ പൊടിമണ്ണ് മണൽ കൊടുത്തിട്ട്, ഒരു നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണമെന്നില്ല, ഒരു കുറച്ച് വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഇനി ആവശ്യമാണെങ്കിൽ അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവർ മൂടി, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി കെട്ടി ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് പെട്ടെന്ന് മുളയ്ക്കാനുള്ള സാധ്യത കൂടും. പിറ്റേ ദിവസത്തേക്കല്ല, വളരെ വേഗത്തിൽ മുളയ്ക്കാനുള്ള സാധ്യത കൂടും. ഇതാണ് മാർഗം. ഇനി അതിലേറെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റിയ മറ്റൊരു മാർഗം ടിഷ്യൂ പേപ്പർ മെത്തേഡ്. അതായത് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കുക, ഒരു ബോക്സ് എടുക്കുക, കണ്ടെയ്നർ എടുക്കുക. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ടിഷ്യൂ പേപ്പർ പരത്തി വെച്ചിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ നന്നായി വെള്ളം ഒഴിക്കുക. ആ വെള്ളം വാർത്ത് കളയുക. വാർത്ത് കളഞ്ഞതിന് ശേഷം ഈ നനഞ്ഞ ടിഷ്യൂ പേപ്പറിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ അടീനിയത്തിൻ്റെ വിത്തുകൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അത് അടച്ചു വെക്കുക. ഇനി ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഇടവിട്ടിട്ട് അതൊന്ന് തുറന്നു നോക്കുക. ആ കണ്ടെയ്നർ ഒന്ന് തുറക്കുക. ആ ടിഷ്യൂ പേപ്പറിൽ ജലാംശം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ലേശം വെള്ളം തെളിച്ചു കൊടുക്കുക. എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വരരുത്, നനവുണ്ടായാൽ മാത്രം മതി. ഇങ്ങനെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സീഡ് മുളച്ചു വരും. ഇപ്പോൾ സീഡ് മുളച്ച് അത് കുറച്ചിങ്ങനെ പൊന്തി വരുമ്പോൾ നിങ്ങൾക്ക് ആ കണ്ടെയ്നറിൻ്റെ ബോക്സ് അടപ്പ് തുറന്നു വെക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊക്കെ വയ്ക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇത് മുളച്ചു വരുന്നതും. പ്രാണികളുടെ ശല്യമോ പെസ്റ്റ് നീരൂറ്റി കുടിക്കണമെന്നും തുടക്കത്തിൽ വരില്ല. അത് കുറച്ച് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ബ്ലേഡ് കൊണ്ട് ടിഷ്യൂ പേപ്പർ അടക്കം കീറിയിട്ട് നമുക്ക് ഒരു പോട്ടിംഗ് മിക്സ് ഒക്കെ ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മീഡിയത്തിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. അതും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ വിത്ത് മുളപ്പിക്കൽ ഈ മണ്ണ് ഉപയോഗിച്ചിട്ടും സാധാരണ പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ചിട്ടും അതേപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് കണ്ടെയ്നർ അടയ്ക്കുമ്പോൾ ഹ്യൂമിഡിറ്റി ചേമ്പർ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാണ്. വളരെ വേഗത്തിൽ മുളയ്ക്കും. വെള്ളം കൂടിയാൽ കേടുവരും, അത് ഏതിലായാലും. അപ്പോൾ ഈ ഇപ്പോഴത്തെ സൂര്യപ്രകാശത്തിലേക്ക് നേരിട്ട് നിങ്ങൾ ഇട്ട് മുളപ്പിക്കുന്നത് ചിലപ്പോൾ മുളച്ചു വരുന്ന തൈനെ നാശാക്കാൻ ഇടയാക്കും. അതുകൊണ്ട് സുരക്ഷിതമായി മുളപ്പിക്കുക. വിവിധ കളറുകൾ ഉണ്ടാവട്ടെ. പിന്നെ ഇതിലൊക്കെ മുളച്ചു വരുന്ന സമയത്ത് പെസ്റ്റുകൾ വരാം, ബഗ്സ് ഒക്കെ വന്നിട്ട് നീരൂറ്റി കുടിക്കുക. അതിനൊക്കെയുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിന് വെച്ചാൽ വേപ്പെണ്ണ പോലത്തെ സാധനങ്ങളോ എന്തെങ്കിലും ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെച്ചാൽ ഈ പെസ്റ്റിൻ്റെയൊക്കെ അറ്റാക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ മഞ്ഞക്കണി നീലക്കണി എന്ന് പറഞ്ഞ 2 ഷീറ്റ് ഉണ്ട്, സ്റ്റിക്കർ ഷീറ്റ്. അത് നമ്മൾ ഈ വിത്ത് മുളപ്പിക്കലിൻ്റെ ചട്ടിയിൽ 2 സ്റ്റിക്കായിട്ട് വെച്ച് കൊടുത്താലും ഒരുവിധം പെസ്റ്റുകളൊക്കെ അതിനെ പിടിച്ചിട്ട് അതിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒട്ടിയിട്ട് അത് നശിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇത് ഇത്രയും പെട്ടെന്ന് ചെയ്യണ കാരണം കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച തൊട്ട് വിത്ത് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ തൽക്കാലം എന്ന് കരുതിയിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ അടീനിയ സ്നേഹികൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം.